കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ബി.ജെ.പിയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റാണെന്ന് മുൻപേ പറഞ്ഞിരുന്നില്ലേ? അതിനെ സാധൂകരിക്കുന്ന ഒരു സംഭവം നടന്നിരിക്കുന്നു. അതും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയുടെ തട്ടകമായ ഹരിപ്പാട് നിന്നും. ഹരിപ്പാട് നഗരസഭയിലെ 27ാം വാർഡ് കോൺഗ്രസ് വാർഡാണ്. ആ കോൺഗ്രസ് വാർഡിൽ നിന്നും മുഴുവൻ പ്രവർത്തകരും ഒന്നടങ്കം ബി.ജെ.പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു. ഇതിലും വലിയ തെളിവിന് വേണോ? കോൺഗ്രസുകാർ ബി.ജെ.പിക്ക് വേണ്ടി റിക്രൂട്ടിംഗ് ഏജന്റായി പ്രവർത്തിക്കുന്നു എന്നതിന്. രമേശ് ചെന്നിത്തലയുടെ തട്ടകമായ ഹരിപ്പാട് നഗരസഭയിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ഒന്നാകെ ബി.ജെ.പിയിൽ ചേർന്നു. നഗരസഭ 27ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ 55 ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ ജോൺ, വർഗീസ് വി.കെ. സുരേന്ദ്രൻ, പത്മനാഭൻ പിള്ള, ആർ. ഗോപാലകൃഷ്ണൻ നായർ, മുരളീധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ബി.ജെ.പി ആലപ്പുഴ സൗത്ത് ജില്ലാ സെക്രട്ടറി കെ.എസ്. വിനോദ് പ്രവർത്തകരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. അതും രമേശ് ചെന്നിത്തലയുടെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയുടെ തട്ടകമായ ഹരിപ്പാട് നിന്ന് തന്നെ. ഇതിൽ പരമൊരു നാണക്കേട് രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി വരുവാനുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസിന് ഇനി വരുവാനുണ്ടോ? ഒന്നും രണ്ടും പേരല്ല പൊഴിഞ്ഞ് ബി.ജെ.പിയിലേക്ക് പോയത്. ഹരിപ്പാട് നഗരസഭയിലെ 27ാം വാർഡ് കോൺഗ്രസ് വാർഡാണ്. ഒന്നടങ്കം കോൺഗ്രസ് പ്രവർത്തകരാണ്. ഈ പ്രവർത്തകർ കൂടോടെയാണ് ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. സാധാരണ നിങ്ങളൊക്കെ എന്താണ് പറഞ്ഞുണ്ടാക്കുന്നത്? ബി.ജെ.പിയുമായിട്ട് CPM-ന് അന്തർധാരയാണെന്ന്, ഇടതുപക്ഷത്തിന് അന്തർധാരയാണെന്ന്. പക്ഷേ വാസ്തവത്തിൽ എന്താണ് നടക്കുന്നത്? കോൺഗ്രസ്സുകാർ വളർത്തിക്കൊണ്ടുവരുന്ന കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമെല്ലാം ഏറ്റവും അവസാനം ചെന്ന് ചേക്കേറുന്നത് ബി.ജെ.പിയിലാണ്. എന്നാലും വീണ്ടും വീണ്ടും സതീശനടങ്ങുന്ന, ചെന്നിത്തലയടങ്ങുന്ന, KC വേണുഗോപാൽ അടങ്ങുന്ന നേതാക്കന്മാർ ഒന്നടങ്കം പറയുന്നത് എന്താണ്? ഇടതുപക്ഷമാണ് ബി.ജെ.പിയിലേക്ക് ആളെ എത്തിക്കുന്നതെന്ന്, അല്ലെങ്കിൽ CPM ആണ് ബി.ജെ.പിയുടെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നതെന്ന്. ഇതിലും വലിയ തെളിവ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? കോൺഗ്രസ് ആണ് സത്യത്തിൽ ബി.ജെ.പിക്ക് വേണ്ടി കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നത്. ബി.ജെ.പിയുടെ ബി ടീമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും ശരി, കൂടോടെ ബി.ജെ.പിയിലേക്ക് ചേക്കാറാനിരിക്കുന്ന ഇവരുടെ കയ്യിലാണ് കേരളത്തിൻ്റെ ഭരണം കൊടുക്കുവാൻ വേണ്ടി സതീശനും ചെന്നിത്തലയുമൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നത്. ഇനിയെങ്കിലും ചിന്തിക്കുക. നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു കേരളത്തിന് വേണ്ടി ഒരിക്കലും കോൺഗ്രസ്സുകാരെ അധികാരത്തിൽ കൊണ്ടുവരികയേ ചെയ്യരുത്. അഥവാ ഇനി അധികാരത്തിൽ ഇവരെ കൊണ്ടുവന്നാൽ ഏറ്റവും അവസാനം ബി.ജെ.പിയുടെ കയ്യിൽ ഇവർ താക്കോലേൽപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണ് രമേശ് ചെന്നിത്തലയുടെ തട്ടകമായ ഹരിപ്പാട് നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. രമേശ് ചെന്നിത്തലയുടെ തട്ടകമായ ഹരിപ്പാട് നഗരസഭയിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ഒന്നാകെ ബി.ജെ.പിയിൽ ചേർന്നു. നഗരസഭ 27ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ 55 ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ ജോൺ, വർഗീസ് വി.കെ. സുരേന്ദ്രൻ, പത്മനാഭൻ പിള്ള, ആർ. ഗോപാലകൃഷ്ണൻ നായർ, മുരളീധരൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ബി.ജെ.പി ആലപ്പുഴ സൗത്ത് ജില്ലാ സെക്രട്ടറി കെ.എസ്. വിനോദ് പ്രവർത്തകരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു.